ഹായ് ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ശ്രുതിസ് ഫാർമ വേൾഡ്. കഴിഞ്ഞ വീഡിയോയിൽ ഫാർമക്കോഗ്നസിയിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് വീണ്ടും മറ്റു 10 ക്വസ്റ്റ്യൻസ് 11 മുതൽ 20 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 11, ഡാഷ് കണ്ടെയ്ൻ ആന്ത്രാക്വിനോൺ ഗ്ലൈക്കോസൈഡ്സ്. താഴെ പറഞ്ഞിരിക്കുന്ന ഡ്രഗ്സിൽ ഏതിലാണ് ആന്ത്രാക്വിനോൺ ഗ്ലൈക്കോസൈഡ്സ് ഉള്ളത് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഇസ്പാഗുല, ഓപ്ഷൻ ബി റുബാർ, ഓപ്ഷൻ സി കാസ്റ്റർ ഓയിൽ, ഓപ്ഷൻ ഡി അലോ. ആൻസർ അലോ ആണ്. അലോയ്ക്കകത്താണ് ആന്ത്രാക്വിനോൺ ഗ്ലൈക്കോസൈഡ്സ് ഉള്ളത്. അപ്പോ ഇതിനകത്ത് ഓപ്ഷൻ ഡി അലോ ആണ് കറക്റ്റ് ആൻസർ. അലോയിലാണ് ആന്ത്രാക്വിനോൺ ഗ്ലൈക്കോസൈഡ് ഉള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 12, ഡാഷ് കണ്ടെയ്ൻ ആന്ത്രാക്വിനോൺ ഓ ഗ്ലൈക്കോസൈഡ്. ആന്ത്രാക്വിനോൺ ഓ ഗ്ലൈക്കോസൈഡ് ഉള്ളത് ഈ പറഞ്ഞിരിക്കുന്നതിൽ ഏത് ഡ്രഗിലാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ സെന്ന, ഓപ്ഷൻ ബി കാസ്റ്റർ ഓയിൽ, ഓപ്ഷൻ സി അലോ, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദിസ്. ഇതിനകത്ത് ആൻസർ ഓപ്ഷൻ എ സെന്ന. സെന്നയിലാണ് ആന്ത്രാക്വിനോൺ ഓ ഗ്ലൈക്കോസൈഡ് ഉള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 13, കാർമിനിക് ആസിഡ് is used as a colorant and indicator. കാർമിനിക് ആസിഡ് എന്ന് പറയുന്നത് കളറന്റ് ആയിട്ടും ഇൻഡിക്കേറ്റർ ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. താഴെ പറഞ്ഞിരിക്കുന്ന ഗ്ലൈക്കോസൈഡിന്റെ ക്ലാസിഫിക്കേഷൻ, ഇത് ലിങ്കേജ് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. ടൈപ്പ് ഓഫ് ലിങ്കേജിനനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. ഇതിനകത്ത് ഏത് കാറ്റഗറിയിൽ ആണ് കാർമിനിക് ആസിഡ് വരുന്നത് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ സി ഗ്ലൈക്കോസൈഡ്, ഓപ്ഷൻ ബി എസ് ഗ്ലൈക്കോസൈഡ്, ഓപ്ഷൻ സി ഓ ഗ്ലൈക്കോസൈഡ്, ഓപ്ഷൻ ഡി എൻ ഗ്ലൈക്കോസൈഡ്. ഇതിനകത്ത് സി ഗ്ലൈക്കോസൈഡിലാണ്, സി ഗ്ലൈക്കോസൈഡ് ലിങ്കേജിൽ വരുന്ന കോൾച്ചിനൈൽ എന്ന് പറയുന്ന ഡ്രഗിനകത്താണ് കാർമിനിക് ആസിഡ് ഉള്ളത്. അപ്പൊ ഓപ്ഷൻ എ സി ഗ്ലൈക്കോസൈഡ്. സി ഗ്ലൈക്കോസൈഡിന് എക്സാമ്പിൾ ആണ് കാർമിനിക് ആസിഡ്. ക്വസ്റ്റ്യൻ നമ്പർ 14, ടോക്സിക് പ്രോട്ടീൻ പ്രസന്റ് ഇൻ കാസ്റ്റർ ഓയിൽ. കാസ്റ്റർ ഓയിലിൽ കാണപ്പെടുന്ന ടോക്സിക് പ്രോട്ടീൻ ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. കാസ്റ്റർ ഓയിലിന്റെ ബയോളജിക്കൽ സോഴ്സ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. റിസിനസ് കമ്മ്യൂണിസ് belongs to the family Euphorbiaceae. Option A resin, option B resin, option C renin, option D resinolic acid. ഇതിനകത്ത് ടോക്സിക് പ്രോട്ടീൻ, കാസ്റ്റർ ഓയിലിൽ പ്രസന്റ് ആയിരിക്കുന്ന ടോക്സിക് പ്രോട്ടീൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ റിസിൻ. ക്വസ്റ്റ്യൻ നമ്പർ 15, the viscosity of castor oil is due to. ഓപ്ഷൻ എ റിസിനോളിക് ആസിഡ്, ഓപ്ഷൻ ബി റിസിൻ, ഓപ്ഷൻ സി റെസിൻ, ഓപ്ഷൻ ഡി റെനിൻ. വിസ്കോസിറ്റി, കാസ്റ്റർ ഓയിലിന്റെ വിസ്കോസിറ്റിക്ക് കാരണം റിസിനോളിക് ആസിഡ് ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ റിസിനോളിക് ആസിഡ്. ക്വസ്റ്റ്യൻ നമ്പർ 16, ഡ്രഗ് കണ്ടെയ്ൻ മ്യൂസിലേജ് ആസ് കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂവന്റേഴ്സ്. താഴെ പറഞ്ഞിരിക്കുന്ന ഡ്രഗ്സിൽ ഏതിലാണ് മ്യൂസിലേജ് കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂവന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ കാസ്റ്റർ ഓയിൽ, ഓപ്ഷൻ ബി സെന്ന, ഓപ്ഷൻ സി ഇസ്പാഗുല, ഓപ്ഷൻ ഡി റുബാർ. ആൻസർ വന്നിട്ട് ഇസ്പാഗുല. ഓപ്ഷൻ സി ഇസ്പാഗുല. അതിനകത്താണ് മ്യൂസിലേജ് കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂവന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 17, ഡാഷ് ബിലോങ്സ് ടു ലെഗുമിനേസേ. ലെഗുമിനേസേ ഫാമിലിയിൽ വരുന്ന ഡ്രഗ് താഴെ പറഞ്ഞിരിക്കുന്നവയിൽ ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ബ്ലാക്ക് കാറ്റച്ചു, ഓപ്ഷൻ ബി തോലു ബാൽസം, ഓപ്ഷൻ സി ടെറോകാർപ്പസ്, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദിസ്. All of this belongs to Legumineusae family. That is the correct answer. Option D, all of this. That is the correct answer. Black catechu Legumineusae ഫാമിലിയിലാണ് വരുന്നത്. തോലു ബാൽസം Legumineusae ഫാമിലിയിലാണ് വരുന്നത്. ടെറോകാർപ്പസ് Legumineusae ഫാമിലിയിലാണ് വരുന്നത്. So option D, all of this. That is the correct answer. Question number 18, dash belongs to Legumineusae family. Drugs മാറിയിട്ടുണ്ട്. Option A acacia, option B tragacanth, option C guargum, ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദിസ്. കറക്റ്റ് ആൻസർ വന്നിട്ട് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദിസ്. അക്കേഷ്യ ലെഗുമിനോസെ ഫാമിലിയിലാണ് വരുന്നത്. ട്രഗാകാന്ത് ലെഗുമിനോസെ ഫാമിലിയിലാണ് വരുന്നത്. ഗ്വാർഗം ലെഗുമിനോസെ ഫാമിലിയിലാണ് വരുന്നത്. അപ്പം കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദിസ്. ക്വസ്റ്റ്യൻ നമ്പർ 19, ഡ്രഗ് യൂസ്ഡ് ആസ് ആസ്ട്രിഞ്ചന്റ്. ഓപ്ഷൻ എ ഹയോസൈമസ്, ഓപ്ഷൻ ബി ബെലഡോണ, ഓപ്ഷൻ സി കാറ്റച്ചു, ഓപ്ഷൻ ഡി എക്കനൈറ്റ്. ഇതിനകത്ത് ഏതാണ് ആസ്ട്രിഞ്ചന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഡ്രഗ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ, ഓപ്ഷൻ സി കാറ്റച്ചു. ദാറ്റ് ഇസ് ദ കറക്റ്റ് ആൻസർ. കാറ്റച്ചു ആണ് ഈ പറഞ്ഞിരിക്കുന്ന ഡ്രഗ്സിൽ നമ്മൾ ആസ്ട്രിഞ്ചന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്.
Question number 20. Example for volatile oil heavier than water. വാട്ടറിനേക്കാൾ ഹെവിയർ ആയിട്ടുള്ള volatile oil താഴെ പറഞ്ഞിരിക്കുന്നവയിൽ ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ക്ലോവ് ഓയിൽ, ഓപ്ഷൻ ബി ദിൽ ഓയിൽ, ഓപ്ഷൻ സി ലെമൺ ഓയിൽ, ഓപ്ഷൻ ഡി ലാവെൻഡർ ഓയിൽ. ആൻസർ ക്ലോവ് ഓയിൽ ആണ്. വാട്ടറിനേക്കാൾ ഹെവിയർ ആയിട്ടുള്ള ഓയിൽ ആണ് ക്ലോവ് ഓയിൽ. അപ്പോ വീണ്ടും 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ഫാർമകോഗ്നസിയിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞു. ഇനി തൊട്ടടുത്ത ദിവസം വീണ്ടും നമുക്ക് 10 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. നന്നായി പഠിക്കുക. ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 എക്സാമിനേഷന് വളരെ കുറച്ച് മാസങ്ങൾ മാത്രമാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് മുന്നോട്ട് കയറി പോകണമെന്നുണ്ടെങ്കിൽ നിരന്തരമായി നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കണം, റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കണം. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. തൊട്ടടുത്ത വീഡിയോയിൽ അടുത്ത 10 ക്വസ്റ്റ്യൻസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.